നമ്മൾക്ക് ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ബന്ധുക്കൾ എല്ലാം നാട്ടിലേക്ക് ഇവിടുത്തെ ജീവിതം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അങ്ങനെ പോയ പല ആളുകളും ഒരു വിഭാഗം സസന്തോഷം ജീവിക്കുന്നുണ്ടാവും. നമ്മൾ പറയുന്നത് പോലെ ജീവിച്ച് ചിട്ടയോടെ ജീവിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു വരുമാന സ്രോതസ്സാണ് അത്. അതിൽ നിന്ന് വരുമാനം എടുത്തുകൊണ്ട് ജീവിക്കുന്നുണ്ടാവും. മറ്റ് ചിലർ ഇതൊന്നും അനുസരിക്കാതെ കേട്ടതെല്ലാം ഇവിടുന്ന് കേട്ട് ഇവിടുന്ന് പുറത്തേക്ക് വിട്ട് ഒന്നും ചെയ്യാതെ ജീവിച്ച ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ നാട്ടിൽ ചെയ്യുന്നതിന് ശേഷം അതിദാരുണമായ ജീവിതം നയിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചില സ്ഥലത്തൊക്കെ നാട്ടിൽ പ്രവാസികൾ കുടുംബങ്ങൾക്ക് ക്ലാസ് നടത്താറുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ ഇവിടെയുള്ള പ്രവാസി കൂട്ടായ്മകളാണ് അവിടെ ഓർഗനൈസ് ചെയ്യുക. അങ്ങനെ നടത്തുമ്പോൾ ചിലർ അനുഭവങ്ങൾ പറയും. അപ്പോൾ ഒരാൾ തിരൂർ വെച്ച് ഒരാൾ പറഞ്ഞതാണ്, വലിയൊരു മണിഹർമ്മ്യം പണിതിട്ടുണ്ടായിരുന്ന ഒരാൾ, വീട്ടിൻ്റെ മുമ്പിൽ 2 കാറുണ്ടായിരുന്നു, വില കൂടിയ 2 കാറുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്ന അവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് ആ നാട് വിട്ട് ഏതോ അകലെയുള്ള സ്ഥലത്ത് പോയി ദേഹാധ്വാനം ചെയ്തിട്ട് അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കുകയാണ്. കാരണം ഈ വീട് ജപ്തിയുടെ ഒക്കെ തെറ്റിയിരിക്കുകയാണ്, വാഹനങ്ങളില്ല, അതെല്ലാം പോയി. ആ വീട് തന്നെ മനോഹരമായ വീട് പരിപാലിക്കാൻ സാധിക്കുന്നില്ല. അതിദയനീയമായ അവസ്ഥയിലെത്തിയിട്ടുള്ള നിരവധി ആളുകൾ, ഭാർഗവി നിലയം പോലെ പ്രവാസികളുടെ എത്രയോ വീടുകൾ കേരളത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 50 വർഷത്തിൽ കൂടുതലായി എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുടെ മുമ്പിൽ ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഈ പ്രോഗ്രാം കേൾക്കുന്ന ഒരാൾക്ക് പോലും അങ്ങനൊരു ദുരന്തം സംഭവിക്കരുത്. അതിന് നമ്മളുടെ മനസ്സിൽ അങ്ങനൊരു ചിത്രം നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കണം. ഈ ഒരവസ്ഥ എനിക്ക് ഉണ്ടാവരുത് എന്ന് ദൃഢനിശ്ചയം നമ്മൾ തന്നെ മനസ്സിൽ വെക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സസന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കും.